ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഞാൻ സൗമ്യ. എനിക്ക് 33 വയസ്സായി. 36, 28, 34 സൈസ് ഉണ്ട്. ഞാൻ വിവാഹിതയാണ്. ഒരു കുട്ടിയുമുണ്ട്. എൻ്റെ വീട് തൃശ്ശൂരാണ്. ബാംഗ്ലൂർ ഒരു MNC-യിൽ ജോലി ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഓഫീസിലെ സഹപ്രവർത്തകരുമായുള്ള എൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഞാൻ 2018 ഓഫീസിൽ ചേർന്നു. ഓഫീസിൽ നിഹാലിനെ പരിചയപ്പെട്ടു. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാനും നിഹാലും ഫേസ്ബുക്ക് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യം അവൻ എനിക്ക് സന്ദേശം അയച്ചു. ഹായ്, ഹലോ പോലെയുള്ള ഒരു സാധാരണ ചാറ്റും. പിന്നെ ഇരുവരുടെയും അടിസ്ഥാന വിവരങ്ങളൊക്കെ തിരക്കാനായിരുന്നു ആദ്യം. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫോൺ നമ്പറുകൾ കൈമാറി. അങ്ങനെയിരിക്കെ 2019 ഞാൻ ഗർഭിണിയായി. ജൂൺ അവസാനം വരെ ഞാൻ ഓഫീസിൽ പോയി. ആ കാലയളവിൽ അവൻ എന്നെ സ്വന്തം ഭാര്യയെ പോലെ ഓഫീസിൽ നന്നായി കെയർ ചെയ്യുവാൻ തുടങ്ങി. പക്ഷേ എനിക്ക് അവനോട് മറ്റു രീതിയിലുള്ള ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രസവാവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ ഞാൻ വളരെ ഫിറ്റും മെലിഞ്ഞതുമായി കണ്ട് എല്ലാവരും ഞെട്ടി. നിഹാൽ എന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് അഭിനന്ദിച്ചു. അന്നു മുതൽ അവൻ എന്നിലേക്ക് കൂടുതൽ അടുക്കാൻ തുടങ്ങി. ഒപ്പം എന്നോട് പഞ്ചാര അടിക്കാനും തുടങ്ങി. ഞങ്ങൾ കൂടുതൽ ഓപ്പണായി സംസാരിക്കാൻ തുടങ്ങി. ഒരു രാത്രി ഞാൻ എൻ്റെ സ്കൂൾ സുഹൃത്തുക്കളുമായി വൈകി ചാറ്റ് ചെയ്യുകയായിരുന്നു. അവൻ എന്നെ ഓൺലൈൻ കണ്ടു. ഞാൻ എന്തിനാണ് ഇത്രയും രാത്രി ഉറങ്ങാതെ ഇരിക്കുന്നതെന്ന് അവൻ ചോദിച്ചു. പെട്ടെന്ന് എന്തോ എനിക്ക് അവനോട് എന്തൊക്കെയോ ചെയ്യാൻ തോന്നി. എൻ്റെ ഭർത്താവുമായി രാത്രി ഒരു നീണ്ട പരിപാടി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഭയങ്കര ടയേർഡാണ്, ഞാൻ അവനോട് പറഞ്ഞു. പെട്ടെന്ന് അവന് നല്ല താല്പര്യമായി. ഞാൻ എന്താണ് ചെയ്തതെന്ന് അവൻ എന്നോട് ചോദിക്കാൻ തുടങ്ങി. ഞാൻ അവനോട് എല്ലാം പറഞ്ഞു. തുടർന്ന് ഞങ്ങളുടെ പല അനുഭവങ്ങൾ പങ്കുവച്ചു. കഴിഞ്ഞ ഒരു വർഷമായി ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് അവൻ എന്നോട് എൻ്റെ പ്രിയപ്പെട്ട പൊസിഷനെക്കുറിച്ചും എൻ്റെ ഫാൻറ്റസിയെക്കുറിച്ചും ചോദിച്ചു. പിന്നെ ഞാൻ ഇതിൻ്റെ വലിപ്പമൊക്കെ ചോദിച്ചു. അവൻ 8 ഇഞ്ചെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെനേക്കാളും നല്ല നീളമുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുപാട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. പരസ്പരം നഗ്ന ചിത്രങ്ങളും പങ്കുവച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഓഫീസിൽ മുഴുവൻ സമയവും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഓഫീസിൽ വെച്ച് അവൻ എൻ്റെ കൈക്ക് പിടിച്ചു. എനിക്ക് ശരീരത്തിലൊരു തരിപ്പ് അനുഭവപ്പെട്ടു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അവൻ എന്നെ ഓഫീസിൻ്റെ ഒഴിഞ്ഞൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. ചുംബിക്കാൻ തുടങ്ങി. ഞാൻ എതിർത്തില്ല. പിന്നെ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി. പക്ഷേ ഓഫീസും സെക്യൂരിറ്റിക്കാരും ഇടയ്ക്കിടെ കറങ്ങി നടക്കുന്നതിനാൽ എനിക്ക് അവനെ തടയേണ്ടി വന്നു. പെട്ടെന്ന് അവനൊരു ഐഡിയ കിട്ടി. എനിക്ക് സുഖമില്ലെന്നും എനിക്ക് വീട്ടിൽ പോകണമെന്നും മാനേജരോട് പറയാൻ അവൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ മാനേജറുടെ അടുത്ത് ചെന്ന് ഈ കാര്യം പറഞ്ഞു. മാനേജർ വീട്ടിൽ പോകാൻ ലീവ് തന്നു. ആരും ഞങ്ങളെ സംശയിക്കാതിരിക്കാൻ ഞാൻ ആദ്യം ഇറങ്ങി. ഓഫീസ് കവാടത്തിൽ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞ് അവനും വന്നു. ഞാൻ പോയി ഓട്ടോ പിടിച്ചു. ഓഫീസിൽ നിന്നും കുറച്ച് മാറി ഇറങ്ങി നിന്നു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അവൻ എന്നെ അവൻ്റെ ബൈക്കിൽ കയറ്റി അവൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ തൻ്റെ സുഹൃത്തിനൊപ്പം 2 ബെഡ്റൂം ഫ്ലാറ്റിലായിരുന്നു താമസം. സുഹൃത്ത് ഓഫീസിലേക്ക് പോയതിനാൽ അവൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ പെട്ടെന്ന് അവൻ എന്നെ പിടിച്ച് ആക്രമണത്തോടെ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. വൈകാതെ ഞങ്ങൾ അവൻ്റെ ഫ്ലാറ്റിലെത്തി. അവൻ എന്നെയും അവൻ്റെയും വസ്ത്രം അഴിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങൾ കിടപ്പുമുറിയിൽ പ്രവേശിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവച്ചു. കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് ഫ്രഷായി ഓഫീസിലെയും വീട്ടിലെയും കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അവൻ എടുത്തിരുന്ന് എൻ്റെ മടിയിൽ കിടത്തി സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴും ഞങ്ങൾ 2 പേരും നഗ്നയായിരുന്നു. പിന്നെ അവിടെയും ഞങ്ങൾ സ്വയം സുഖിക്കുകയും സുഖിപ്പിക്കുകയും ചെയ്തു. ഈ രണ്ടാമത്തെ കളി ഞാൻ നല്ലതുപോലെ രസിച്ചു. ഇത് അവസാനിക്കാതെ ഇരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി. ഇവനെ ഇനി വിട്ടുകളയരുത്. ഭർത്താവിനേക്കാൾ എന്തു നല്ല ചെയ്യലാണ് ഇവൻ ചെയ്യുന്നത്. അങ്ങനെ ക്ഷീണിച്ചു പോയി ഞാൻ സോഫയിലേക്ക് കിടന്നു. നിഹാല് ബാത്റൂമിലേക്കും പോയി. രാവിലെ 11 മണി ആയതേ ഉള്ളൂ. ഞങ്ങൾക്ക് വൈകുന്നേരം 6 മണി വരെ സമയമുണ്ടായിരുന്നു. പിന്നെ 6 മണി വരെ ആകെ 3 റൗണ്ടുകൾ ഉണ്ടായിരുന്നു.
അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്ത് ഒരുമിച്ച് കഴിച്ചു. ആ സമയവും ഞങ്ങൾ നഗ്നരായിരുന്നു. ഒരു വൈകുന്നേരം 5 മണിക്ക് ഞാൻ അവനോട് പറഞ്ഞു, ഡാ ഞാൻ ഇപ്പോൾ പോകട്ടെ, വീട്ടിലെത്താൻ സമയമെടുക്കും. അവൻ സമ്മതിച്ചു. പക്ഷേ എൻ്റെ അടിവസ്ത്രങ്ങളില്ലാതെ പോകണമെന്ന് പറഞ്ഞു. അവൻ അത് എന്നിൽ നിന്ന് വാങ്ങി. പിന്നെ ഞാൻ സൽവാറും കമ്മീസും ധരിച്ച് ഒരു ക്യാബ് ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടുകളെല്ലാം ഒരു ഷോൾ കൊണ്ട് നന്നായി മറച്ചു. അങ്ങനെ ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് അവിടെ നിന്നിറങ്ങി. വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി രാത്രി ക്ഷീണത്തോടെ കിടക്കാൻ ചെന്നപ്പോൾ ഇതൊന്നും അറിയാത്ത ഭർത്താവ് കയറി വന്നു. എന്നെ 1 മണിക്കൂറോളം കളിച്ചു. കളിയുടെ ഇടയിൽ ഞാൻ എപ്പോഴോ തളർന്നുറങ്ങിപ്പോയി. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഭർത്താക്കന്മാരെ പറ്റിച്ച് ഭാര്യമാരും ഭാര്യമാരെ പറ്റിച്ച് ഭർത്താക്കന്മാർ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കളികളൊക്കെ നമ്മുടെ കമൻറ്റിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ സ്റ്റോറീസാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായാൽ, അതായത് ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും സ്റ്റോറീസ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.